ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടില ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയും പാലും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി വേണമെന്നില്ല, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഞാനിവിടെ കുനാഫ സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ സേമിയ നേരത്തെ സേമിയനെ എടുക്കാനായിട്ട് നോക്കുക. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ബ്രെഡ് വേണം അത്രയും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പാലിലേക്ക് ഒരു 3 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാലിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി നമുക്കൊരു പാലിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്ട്രോബെറിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഈ ഒരു കസ്റ്റാർഡ് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ടുകൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടുകൊടുക്കാം. ഇനിയിപ്പോൾ നട്ട്സ് ഇട്ടുകൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നട്ട്സ് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നട്ട്സ് ഇട്ടുകൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ബ്രെഡ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 എണ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡിൽ നിന്ന് ഒന്നെടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കട്ടെ. ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശം എല്ലാം ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ആ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്തെടുക്കാൻ എളുപ്പം അങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ സേമിയയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാ വശവും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ പാൽ ഒഴിച്ചെടുക്കണമെന്നില്ല. കോഴിമുട്ട മാത്രമായിട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് അങ്ങനെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഒന്നുകൂടി എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ വെള്ളത്തിൽ ലൂസാക്കി കലക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലത് നമ്മൾ മൈദയുടെ മിക്സിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതാവും. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ആ ഒരു സേമിയൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് പെട്ടെന്ന് നമുക്ക് കോട്ടിങ് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡ് ഇതിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്തെടുക്കുക. നമുക്ക് ജസ്റ്റ് ഈ ഒരു സേമിയയുടെ കളറ് ഒന്ന് മാറി വന്നാൽ മാത്രം മതിയാകും. ഒരുപാട് നേരം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സേമിയ കരിഞ്ഞു പോയാൽ അതിൻ്റെ പുറം ഭാഗം കുറച്ച് കയ്പായിട്ട് തോന്നും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ ബട്ടർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടറിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് നമ്മൾ സാധാരണ പച്ചവെള്ളവും കുറച്ച് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഏലക്ക ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ചൂടോടെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മൾ സിറപ്പിൽ തന്നെ ഇത് മുക്കിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്